അയാൾക്കുമേലെ പരിഹാസങ്ങൾ കൂടുതലായിരുന്നു. ഒന്നുമില്ലാത്തവൻ, തൻ്റെ രാജ്യത്തിന് വേണ്ടി ഒന്നും നേടാത്തവൻ. എന്നാൽ ഇപ്പോൾ അയാൾ ഒന്നും നേടാനില്ലാത്തവനായിരിക്കുന്നു. ഇനി എന്താണ് അയാൾ നേടേണ്ടത്? ഒരു പ്ലെയർ എന്ന നിലയിൽ ഒരു രാജ്യത്തിന് വേണ്ടി നേടേണ്ടതെല്ലാം അയാൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും അയാൾ ഇങ്ങനെ പറയുന്നില്ല, ഞാനാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനെന്ന്. നിങ്ങളെന്നെ മികച്ച കളിക്കാരുടെ കൂട്ടത്തിൽ കാണുന്നത് തന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. അതിൽ ഞാൻ അഭിമാനപ്പെടുന്നുണ്ട്. ഇതാണ് അയാൾ നമ്മളോട് പറയുന്നത്. മെസ്സി ഒരു സെൽഫിഷ് മാനല്ല, അത് നമുക്ക് അയാളിൽ തന്നെ കാണാവുന്നതാണ്. പല കളിക്കാരും അയാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ എല്ലാ താരങ്ങൾക്കും അതിൽ നിന്നും താഴ്ന്നു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അയാൾ പ്രിയപ്പെട്ടതാണ്. ഈ വേൾഡ് കപ്പിലോട്ട് മെസ്സിയും സംഘവും വന്നത് വെറുതെയല്ല, കിരീടം നിലനിർത്താനാണ്. അത് നമ്മൾ കണ്ടതാണ്. 2 മത്സരങ്ങളിൽ മെസ്സി നേടിയത് 5 ഗോളാണ്. ഇതൊരു സാധാരണ കാര്യമല്ല, അസാധാരണമാണ്. ഇതിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അയാൾ ഒരു അൺസ്റ്റോപ്പബിൾ ആണ്. അതെ, അയാളുടെ യുഗം അവസാനിക്കാൻ പോകുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇയാളുടെ അവതരണം. അർജന്റീനയുടെ ടീം വാല്യൂ മറ്റു ടീമുകൾക്കനുസരിച്ച് അത്ര കൂടുതലൊന്നുമല്ല. പക്ഷേ അവരുടെ കയ്യിൽ ഒരു സാധനമുണ്ട്, അതെ, മെസ്സി എന്ന എഞ്ചിന്. എതിരാളികളെ നിങ്ങൾ കാത്തിരുന്നോളൂ. അയാളുടെ ഓരോ തുടക്കങ്ങളും അവസാനിക്കുന്നത് നിങ്ങളുടെ ഗോൾ പോസ്റ്റിലായിരിക്കും. നിങ്ങളുടെ പ്ലാൻ എയും ബിയുമായിരിക്കും. എന്നാൽ ഈ മനുഷ്യൻ്റെ പ്ലാൻ എയും ബിയും സിയുമായിരിക്കും. മെസ്സി ഒരു അസാധാരണ പ്ലെയറാണ്. അത് നമുക്ക് അയാളുടെ കളിശൈലി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കുന്നതല്ലായിരിക്കും അയാൾ ചിന്തിക്കുന്നത്. നമ്മൾ പ്രവർത്തിക്കുന്നതല്ലായിരിക്കും അയാൾ പ്രവർത്തിക്കുന്നതും. കളിക്കു മുമ്പേ നിങ്ങൾക്ക് അയാളെ വെല്ലുവിളിക്കാൻ പറ്റുന്ന അത്രയും വെല്ലുവിളിച്ചോളൂ. കാരണം അയാൾക്കതൊരു ഹരമാണ്. ഇതിനു മുൻപേ കുറേ വെല്ലുവിളികൾ കേട്ടതാണ്. അതിനുള്ള മറുപടി കളിക്കളത്തിൽ കൊടുത്തതുമാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, പ്രായം അയാളെ തളർത്തുന്നില്ല, അയാൾക്ക് ഊർജം കൂടുന്നേയുള്ളൂ. അയാളുടെ ഓരോ പ്രവൃത്തിയുടെയും ചിന്തയുടെയും വേഗത കൂട്ടിയിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് ഇതൊക്കെ.